ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന കലിമയായിക്കൊണ്ട് മരണത്തിന്റെ മുമ്പ് അവൻ പറയുന്ന അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങാനും ആയിത്തീരാൻ അവന് സാധിച്ചുവെങ്കിൽ മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ സംസാരത്തിന്റെ ആഖിർ ആയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതൊരു മനുഷ്യൻ അങ്ങനെ ചൊല്ലുന്നത് അതവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് നമുക്ക് ആശ്വസിക്കാം, ഉറപ്പിക്കാവതല്ല. അള്ളയാണ് തീരുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നത യൗമൻ മിനദ് ദഹരി വ ഇൻ അസാബഹു ഖബ്ല ദാലിക മാ അസാബഹു. ഒരാളുടെ അവസാനത്തെ വാചകം ഇൻദൽ മൗതി, മരണത്തിന്റെ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. യൗമൻ മിനദ് ദഹരി, ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വ ഇൻ അസാബഹു ഖബ്ല ദാലിക മാ അസാബഹു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവന് ബാധിക്കുന്ന ശിക്ഷകളൊക്കെ ബാധിച്ചു എന്നാലും ഒരു കാലത്ത് അവസാന സമയത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതാ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ചുറ്റും കൂടി നിൽക്കുന്നവരോട് കൽപ്പനയുമുണ്ട്. ഒരാൾ മരണം ഹാജരാകുന്നു എന്ന് അടയാളങ്ങളിലൂടെ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കേൾക്കുന്ന ഉച്ചത്തിൽ അയാളോട് പറയേണ്ടതുണ്ട്, അയാൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ മരണം ആസന്നമായവരോട്, മരണം ആസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ പിന്നീട് പറയേണ്ടതില്ല, പിന്നെയും പിന്നെയും പറയേണ്ടതില്ല. ഒരാളുടെ ശ്രദ്ധയിൽ അത് കേൾക്കുന്ന നിലക്ക്, അയാളത് മനസ്സിലാക്കുന്ന നിലക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി സഹോദരന്മാരെ, ആ അവസരത്തിൽ വലിയ ദാഹമുണ്ടാകുമെന്ന് നമുക്ക് ആളുകളതാ അവരുടേതായ അവസ്ഥ, വളരെയേറെ ദാഹമുണ്ടാകുന്ന സന്ദർഭമാണ്. ഒരിത്തിരി വെള്ളം ആ ചുണ്ടിലും അതുപോലെ തന്നെ നാവിലുമൊക്കെ ഇറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും, ആസന്ന മരണനായ രോഗിയാണെങ്കിലും, ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം.
അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആനോദലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹുവോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ, ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്തൊരു പിരിഞ്ഞു പോക്കാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുന്നു കൊണ്ട് പലർക്കും ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്നത്ത് നടപ്പിലാക്കാൻ പലർക്കും ലജ്ജയാണ്. കൈവക്കാവുന്ന രോഗിയാണെങ്കിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശഫീ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണത്. അതാരാ ഇന്ന് പഠിച്ചവർ തന്നെ പ്രയോഗത്തിൽ വരുത്തുന്നവർ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. 7 തവണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അസ്അലുല്ലാഹൽ അദീം, മഹാനായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു, റബ്ബൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫിയക, താങ്കൾക്ക് ശിഫ നൽകുവാൻ ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര ദുആകളുണ്ട് പ്രിയപ്പെട്ടവരെ രോഗിയുടെ സമീപത്ത് വെച്ച് പറയാൻ. മരണാസന്നമായ ആ സമയത്താണെങ്കിൽ, റബ്ബേ ഈ സഹോദരനെ മുസ്ലിമായി മരിപ്പിക്കണേ, മരണവേദന ലഘൂകരിച്ചു കൊടുക്കണേ, ഈമാൻ നൽകണേ, ധൈര്യം നൽകണേ, ഭയത്തിൽ നിന്ന് മുക്തി നൽകണേ, പ്രയാസം കുറച്ചു കൊടുക്കണേ എന്നിങ്ങനെ കൂടി നിൽക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോ ഫൈനൽ മലായികത യുഅമ്മിനൂൻ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ രോഗികളുടെ സമീപത്ത് വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല. ഇനി ജനാസയുടെ സമീപത്ത് ചെന്നാലും വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല. അവിടെയും നമുക്ക് ദുആ പറയാനുണ്ട്, അവിടെയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അവിടെ കയറി ചെന്നിട്ട് പറഞ്ഞ പ്രാർത്ഥനയും ഇതുപോലെ തന്നെ രോഗിക്ക് ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പാരത്രികമായ ലോകത്തെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന പ്രഭാഷണത്തിൽ ഏറെ സമയം വിശദീകരിച്ചിട്ടുള്ള ഒരു ദുആയാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മരണം നന്നായി തീരുന്നെങ്കിൽ അയാൾക്ക് അന്തിമമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാൻ ഉള്ള ഒരവസരം അതൊന്ന് ഓർമ്മയാക്കി കൊടുക്കാൻ വേണ്ടി ആ നേരത്ത് അത് ചൊല്ലിക്കൊടുക്കണം
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ മരിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ടാണെങ്കിലോ നമുക്കയാളെ കുറിച്ച് നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം, അയാൾ സ്വർഗത്തിലായിരിക്കാം. നല്ലത് വിചാരിക്കാനുള്ള ഒരു ലക്ഷണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തില് വധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, അവര് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാന്മാരാണ്, അള്ളാന്റെ അടുക്കൽ കൊണ്ടിരിക്കുന്നവരാണ്. തങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അവരും ഇങ്ങോട്ട് വരാൻ വലിയ മോഹം വെച്ച് പുലർത്തുന്നവരാണ് ബർസഖിയായ ലോകത്തെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോ, അതുപോലെ തന്നെ നൂറുകണക്കിന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ ശുഹദാക്കൾക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവികളും പറഞ്ഞപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ആ നിലക്ക് മരിച്ചു പോകാൻ കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പ് തന്നെ. പക്ഷേ എല്ലാ ഷഹീദുകളായിട്ട് അറിയപ്പെടുന്ന ആളുകളും അവർ ഇന്നയാളൊക്കെ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്തെന്നല്ലേ, അത് അള്ളയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പരലോകത്തതാ ചില ഷഹീദുകളെ കൊണ്ടുവന്നിട്ട് നരകത്തിലേക്കാണ് എറിയുന്നത്. കാരണം നീ എന്തടോ എനിക്ക് വേണ്ടി, ദീനിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചവനാണ്, ഷഹീദായ മനുഷ്യനാണെന്ന് പറയുമ്പോ അള്ള പറയുമല്ലോ, കദബ്ത, നീ കളവാണ് പറഞ്ഞത്, നിന്നെപ്പറ്റി ആളുകൾ നീ വലിയ ധീരനാണ്, നീ വലിയ ഏറ്റവും ദീനിന് വേണ്ടി സേവനം ചെയ്യുന്ന ധീരനായ വ്യക്തിയാണ് എന്നാളുകൾ നിന്നെക്കുറിച്ച് പിൽക്കാലത്ത് പ്രശംസ പറയലല്ലേ നീ ഉദ്ദേശിച്ചത്. അത് നിന്നെപ്പറ്റി ആളുകൾ പറഞ്ഞു പുകഴ്ത്തിക്കഴിഞ്ഞു, ഇവനെ പിടിക്കൂ, നരകത്തിലേക്ക് എറിയൂ. ചില ഷഹീദുകൾ അങ്ങനെ നരകത്തിലേക്ക് പോകുന്നത് അവരുടെ ഇഖ്ലാസ്, അവരുടെ നിയ്യത്ത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അള്ളാന്റെ അടുക്കൽ അവർ ഷഹീദുകളല്ല. അപ്പൊ ഉറപ്പിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് അല്ല തന്നെ. പക്ഷേ ശുഭകരമായ ചില ലക്ഷണങ്ങളാണത്, അള്ളാന്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, അത് മാത്രമല്ല, ഈ ഉഖ്റവിയായ നിലക്കും ചില ഷഹീദുകളുണ്ട്. ആഖിറത്തിൽ ഷഹീദുകളുടേതായ സ്ഥാനം ലഭിക്കുന്ന വേറെയും ചില ആളുകളുണ്ട്. ചില രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ, അവർ ഉഖ്റവിയായ ഷഹീദുകളാണ്. അള്ളാന്റെ അടുക്കൽ അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അശ്ശുഹദാഉ സബഅത്തുൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ പോരാടി വധിക്കപ്പെടുന്ന ഷഹീദിന്റെ പുറമേ വേറെയും 7 വിധത്തിലുള്ള ഷഹീദുകളുണ്ട് ജനങ്ങളെ.